ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ അഭിമുഖങ്ങളൊന്നും കൊടുക്കാതെ തന്നെ സ്റ്റാർഡം പദവിയിലെത്തിയ ഒരു പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി. ആ മീനാക്ഷി ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവ വികാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടോ. ഓക്കെ, ഒരു പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്തു മീനാക്ഷി. അതൊരു ബ്ലർ ആയിട്ടുള്ള ചിത്രമാണ് അപ്ലോഡ് ചെയ്തത്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കുറെ കമന്റ്സ് വരുന്നു, നല്ല സുന്ദരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. നല്ല സുന്ദരിയാണ്, അതുപോലെ നല്ല ഒപ്പീനിയൻ ഉള്ള കുട്ടിയാണ്, ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ സൗമ്യതയുള്ള കുട്ടിയാണ്. എല്ലാം കൊണ്ടും ആ കുട്ടി പെർഫെക്റ്റ് തന്നെയാണ്. പെൺകുട്ടികൾക്ക് ഉത്തമ മാതൃകയാക്കാവുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി എന്ന് പറയുന്നത്. സിനിമാ മേഖലയിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല ആ കുട്ടി. ആ കുട്ടിയുടേതായ ഒരു ലെവൽ, അച്ഛനും അമ്മയും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ കുട്ടിയുടേതായ ലെവലിൽ കുട്ടി പിടിച്ചു നടക്കുകയാണ്. സാധാരണ എല്ലാ പെൺകുട്ടികളും അമ്മയ്ക്ക് ഒപ്പാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പറയാൻ കാരണം അച്ഛന്മാർക്ക് വിഷമം വരണ്ട. കാരണം ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ 14 വയസ്സ് 15 വയസ്സൊക്കെ ആവണ സമയത്ത് ഈ പ്രായപൂർത്തിയാവും. പ്രായപൂർത്തിയാവണ സമയത്ത് ഈ കുട്ടിക്ക് ഈ ഇങ്ങനെ ബ്ലഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ തല കറങ്ങും, വിഷമങ്ങളൊക്കെ സംഭവിക്കും. ആ സമയത്ത് കൂടെ നിന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കാനും അത് സാധനങ്ങൾ പാഡ് വെക്കാനോ അല്ലെങ്കിൽ തുണി ഉടുപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ബ്ലഡ് വരുന്ന സമയത്ത് ഈ പെൺകുട്ടി എങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു അമ്മ മാത്രമേ പറ്റുള്ളൂ. ഒരച്ഛന് അത് കഴിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിൽ പോയിട്ട് നോക്കാനോ അങ്ങനെയുള്ള അത് വെച്ച് കൊടുക്കാനോ ഒന്നും അച്ഛന്മാർക്ക് എന്തായാലും സാധിക്കില്ലല്ലോ. അപ്പൊ ഒരു അമ്മയ്ക്കൊപ്പാണ് പെൺകുട്ടികൾ സാധാരണയായി നിൽക്കാറ്. അപ്പൊ ഇപ്പൊ മഞ്ജു വാര്യർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ വന്ന് ഞാൻ സ്വീകരിക്കുന്ന പറയുന്നത്. പക്ഷെ അതിൽ എന്തർത്ഥമുണ്ട്? സ്വന്തം മകൾക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് സ്വന്തം അമ്മയ്ക്ക്. അതൊന്നും കൊടുക്കാതെ ഇപ്പൊ വന്ന് സ്വീകരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയെ 13 വയസ്സ് മുതൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്ക്. ഇപ്പൊ കോടികളുടെ മുകളിൽ കിടന്നുറങ്ങിയാൽ പോലും ആ പെൺകുട്ടിക്ക് അനുഭവിച്ച ആ എന്താ വിഷമകഥകൾ ആർക്കും പറ്റില്ല. എനിക്ക് ശരിക്കും മനസ്സിന് തന്നെ ഭയങ്കര വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം വെക്കുമ്പോൾ. ആ കുട്ടി എന്നല്ല കേട്ടോ, നമുക്കറിയാവുന്ന ഒരു കുട്ടി അതാണല്ലോ. ഇതുപോലെ കുറേ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മയും ഇത്രയും സ്റ്റാർ പദവി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാവരും ആ കുട്ടിയെ നോട്ടപ്പുള്ളിയാക്കി മാറ്റി. സാധാരണ ഒരു ലൈഫ് ഈ കുട്ടിക്ക് നയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ ഇതിന് എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഞ്ജു വാര്യർ ഈ കുട്ടിയുടെ ഈ ഫോട്ടോന് ബ്ലർ ആയിട്ടുള്ള ചിത്രത്തിന് ഒരു ലൈക്ക് കൊടുത്തു. ലൈക്ക് കൊടുത്തപ്പോൾ അതിനെ ചൊല്ലിയാണ് ഫുൾ പ്രശ്നങ്ങളും. എല്ലാവരും കമന്റ്സ് കൊണ്ട് കമന്റ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ മഞ്ജു വാര്യർ തരം താഴ്ത്തി ഏറ്റവും അധപതിപ്പിച്ച രീതിയിലാണ് എല്ലാവരും പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കുട്ടികളൊന്നും ഇഷ്ടമില്ലാത്ത നീ എന്തിനാണ് ആ കുട്ടിക്ക് ലൈക്ക് അടിച്ചത് എന്നാണ് ഒരു കമന്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തുടക്കം മുതലേ അച്ഛൻ്റെ ഒപ്പം നിന്ന കുട്ടിയാണത്. അതിപ്പോൾ അച്ഛനാണ് കുട്ടിക്ക് ത്യാഗം ചെയ്തത്. ഓരോ കമന്റ്സുകളാണ് കേട്ടോ. അച്ഛനാണ് കുട്ടിക്ക് സംരക്ഷണം നൽകിയത്. ആ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കപ്പെട്ടത് അച്ഛനാലാണ്. ഒരു അമ്മയും അച്ഛനും തുല്യമായിട്ട് പങ്കാളിത്തമുള്ള ആ കുട്ടിയുടെ ഭാവി അച്ഛനാണ് സംരക്ഷിച്ചത്. അമ്മയെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ പെൺകുട്ടിയാണ് മീനാക്ഷി എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ അമ്മയുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു അമ്മയായ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. അതുപോലെ അച്ഛനൊപ്പം നിന്ന ഒരു പെൺപുലിയാണ് മീനാക്ഷി. കമന്റ്സിന്റെ പെരുമയാണ്. മീനാക്ഷിയൊക്കെ നല്ലത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മഞ്ജു വാര്യർക്ക് ഏറ്റവും മോശപ്പെട്ടതാണ്. അച്ഛന്റെ അഗ്നിപരീക്ഷയിൽ ഒപ്പം നിന്ന മകളാണ് മീനാക്ഷി. ദിലീപിന്റെ മുജ്ജന്മ സുകൃതമാണ് മീനാക്ഷി എന്നൊക്കെ പറയാം. വളരെ എളിമതിയുള്ള കുട്ടിയാണ് മീനാക്ഷി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെതിരെ മീനാക്ഷിയോ മഞ്ജു വാര്യരോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. മഞ്ജു വാര്യർക്ക് ശരിക്കും ആറാട്ട് തന്നെയാണ് ആ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഒരമ്മയ്ക്ക് മാത്രമേ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. സംരക്ഷിക്കാൻ പറഞ്ഞാൽ കാശ് കൊടുത്ത് സംരക്ഷിക്കാൻ മാത്രമല്ല പെൺകുട്ടികളെ സംരക്ഷിക്കുക. അച്ഛനമ്മമാർക്കറിയാം അതിന്റെ വേദനകളും വിഷമതകളൊക്കെ. ഇപ്പൊ നമ്മളും പെൺകുട്ടികളൊക്കെ തന്നെ, നമുക്കും നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത്, ആ സ്നേഹം കിട്ടുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥ നോക്കിക്കോ. സ്വന്തം പാഷന് വേണ്ടി ഓടി നമ്മൾ നടക്കുമ്പോൾ, അച്ഛനമ്മമാർ സ്വന്തം പാഷന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു ജന്മത്തെ നമ്മൾ അവിടെ ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. ഇപ്പൊ എല്ലാവരും ഇപ്പൊ മഞ്ജു വാര്യരുടെ നാളത്തെ പ്രസംഗത്തിൽ അറിഞ്ഞു. ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഇതില് മഞ്ജു വാര്യർ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ പാഷന് പിറകെ പോകണം. സ്വത്താണ് ഒരു പെൺകുട്ടിക്ക് ആദ്യമായി വേണ്ടത്. കല്യാണം എന്നതല്ല അവസാന വാക്ക്.
സാമ്പത്തിക ഭദ്രതയാണ് ആദ്യത്തെ വാക്ക്. അതുപോലെ സ്വന്തം പാഷൻ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെരുമാറണം. അല്ലാതെ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറരുത്. സ്വന്തം പാഷന് പിറകെ പോണം എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രസംഗിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. സ്വന്തം പാഷന് പിറകെ പോണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കുട്ടിയെ ജനിപ്പിച്ചിടാതിരിക്കണം. ആ കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ സ്വന്തം പാഷന് പിറകെ പോകുന്ന മാതാപിതാക്കളെ എന്താ വേണ്ടെന്നറിയോ? വടിയെടുത്ത് നല്ല അടി തന്നെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ പാഷന് വേണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ജന്മത്തെ ജനിപ്പിച്ചിടരുത്. അവർക്കും ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായ രീതിയിൽ അച്ഛനും അമ്മയും നല്ല തണല് നൽകി ജീവിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്ന അമ്മ സ്വന്തം അച്ഛനും അമ്മയോടൊപ്പം സുഖമായി ജീവിച്ച് അവിടെ നിന്ന് ഒളിച്ചോടി പോയ വ്യക്തിയാണ് അല്ലെ. ഒന്നോ രണ്ടോ മൂന്നോ എത്രയോ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരുടെ ചെറുപ്പകാലത്തുള്ളത്. അപ്പോ സ്വന്തം അമ്മയുടെ അച്ഛനും തണലിലാണ് നിന്നത്. ഈ അമ്മ എന്ന് പറയുന്ന മഞ്ജു വാര്യറുടെ സ്വന്തം അമ്മ, മഞ്ജു വാര്യർ തന്നെ പറഞ്ഞു, അച്ഛൻ മരിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മ സ്വന്തം പാഷന് പുറകെ പോയത്. ആരുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയ കുറിപ്പുകളെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അതുവരെ അച്ഛന്റെ തണലിലും അല്ലെങ്കിൽ സ്വന്തം മക്കളെ നോക്കി ജീവിക്കണം, അങ്ങനെ ജീവിക്കണമെന്നല്ല. പക്ഷെ മകൾക്ക് കൊടുക്കേണ്ടതായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മൾ ജനിപ്പിച്ചിട്ട വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പാഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം. രണ്ടാമത് ഇമ്പോർട്ടൻസ് നമ്മൾ സ്വന്തമായി ജനിപ്പിച്ചിട്ടതാണ്. അവർ പറഞ്ഞിട്ടല്ല, എന്നെ ജനിപ്പിക്കൂ ജനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജനിപ്പിച്ചിട്ട് പിന്നെ ജീവിതം വിരഹമായി തോന്നുക, അല്ലെങ്കിൽ അതൃപ്തി തോന്നുക, അപ്പൊ അടുത്ത ജീവിതത്തിലേക്ക് പോവുക. അങ്ങനെ മരം ചാടി കുരങ്ങനെ പോലെ ചാടി ചാടി പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനെ ജനിപ്പിച്ചിട്ട മക്കൾ എന്ത് ചെയ്യും? അങ്ങനെ കുറെ അമ്മമാര് ചെയ്യുന്നുണ്ട്. ചിലത് ഇട്ടെറിഞ്ഞ് പോവാണ്. അച്ഛൻ കൂടി ഇല്ലാത്ത വ്യക്തികളാകുമ്പോൾ അവര് ഓർഫനേജിൽ വളരുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? ഇങ്ങനെ അമ്മമാർ ഒരിക്കലും ചെയ്യരുത്. സാമ്പത്തിക ഭദ്രതയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടു മൂന്നും ആൾക്കാരുടെ ഒപ്പം കല്യാണം കഴിക്കാൻ പോയി? അങ്ങനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം ആ കുട്ടിയെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചത് അവരുടെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെ. അതെന്തോ ആവട്ടെ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായതിനു ശേഷം എനിക്ക് എന്റെ പാഷനാ വലുത് എന്നും പറഞ്ഞ് ചാടിപ്പോയി അഭിനയിക്കുകയും ഈ കുട്ടിയെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും അത് ആക്സെപ്റ്റബിൾ അല്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ആക്സെപ്റ്റബിൾ അല്ല. നമ്മൾ അനുഭവിച്ച് നമ്മുടെ അമ്മയുടെ സ്നേഹവും അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതായ കടമകളൊന്നും നിറവേറ്റാതെ നമ്മൾ അങ്ങനെ മരം ചാടി കുരങ്ങനെ പോലെ എനിക്ക് ഈ ജീവിതം മതി, ഇപ്പൊ കുറച്ച് നാള് എന്റെ അച്ഛനമ്മയുടെ ജീവിതം മതി, അപ്പൊ തന്നെ കുരങ്ങന്റെ പോലെ ചാടി അപ്പുറത്തേക്ക് പോയിട്ട് കല്യാണ ജീവിതം ഒന്ന് രുചിച്ചു നോക്കാം, അപ്പൊ തന്നെ ഒരു കുട്ടിയുടെ ജീവിതം ഒന്ന് രുചിച്ചു നോക്കാം. ആ കുട്ടിയെ അത്യാവശ്യം ഒരു പ്രായം എത്തുമ്പോൾ വേണ്ട ഇനി ഇത് വേണ്ട എനിക്ക് വേറൊരു ജീവിതം വേണം എന്ന് പറഞ്ഞ് ചാടി പോണ സ്ത്രീകളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മഞ്ജു വാര്യർക്ക് കമന്റ്സിനൊക്കെ അർഹത